അയ്യോ വിജയനെ ഗവർണറെ വെച്ച് ബി.ജെ.പി ശ്വാസം മുട്ടിക്കുന്ന എന്ന ഭരണഘടനാ നിലവിളി എല്ലായിടത്തും നിന്നും വരുന്നുണ്ട്. സത്യത്തിൽ ഗവർണർ ആർലേക്കർ വിജയനെ സഹായിക്കുകയാണ് ചെയ്തത്. ഞാൻ വിശദമാക്കാം. ഒപ്പം കോൺഗ്രസിന്റെ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോവും. ഒന്നാമത്തെ കാര്യം, ഭരണഘടന പ്രകാരം കേവലം ഭൂരിപക്ഷത്തിനുള്ള പിന്തുണയുണ്ട് എന്ന് തെളിയിക്കുന്ന കത്തുമായി വന്നാണ് സർക്കാരുണ്ടാക്കാൻ ഗവർണറോട് നിയമസഭാ കക്ഷി നേതാവ് അവകാശം ഉന്നയിക്കേണ്ടത്. എന്നാൽ പിന്തുടരുന്ന കീഴ്വഴക്കം, കോടതി വിധിയൊക്കെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിക്ക് സർക്കാരുണ്ടാക്കാൻ അവസരം കൊടുക്കാൻ തുടങ്ങിയതും നിശ്ചിത ദിവസത്തിനുള്ളിൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന രീതിയും തുടങ്ങിയത്. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി.ജെ.പിയുടെ വാജ്പേയിജിയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ വിളിച്ചപ്പോൾ ഇപ്പോൾ വിജയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന കോൺഗ്രസ് എന്താണ് പറഞ്ഞത്? 13 ദിവസത്തേക്ക് പ്രധാനമന്ത്രിയായതിന് ഒരു മനുഷ്യനെ എത്രമാത്രം അപമാനിച്ചു. അതേ കീഴ്വഴക്കം വെച്ച് കഴിഞ്ഞ 2018 കർണാടക തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 224 സീറ്റിൽ ഭരിക്കാൻ വേണ്ടത് 112 സീറ്റ്. 104 സീറ്റോടെ ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റ കക്ഷി ഗവർണർ യെദിയൂരപ്പയെ സർക്കാരുണ്ടാക്കാൻ ക്ഷണിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ 15 ദിവസം സമയം കൊടുത്തു. ഇപ്പോൾ വിജയ്ക്ക് ഇതേ അവസരം കൊടുക്കുന്നില്ല എന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോകുന്ന കോൺഗ്രസ് അപ്പോഴും സുപ്രീം കോടതിയിൽ പോയി. അതും പാതിരാത്രിയിൽ. വെളുപ്പിന് 3 മണിക്ക് സുപ്രീം കോടതി കുത്തി തുറന്ന് വാദം കേൾപ്പിച്ചു. ഇപ്പോൾ പോയതിനു നേരെ എതിർവാദവുമായി എന്നതാണ് കോമഡി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പി വിളിക്കാൻ പാടില്ല. ഇലക്ഷൻ ശേഷം ഉണ്ടാക്കിയ കോൺഗ്രസ് ജെ.ഡി.എസ് സഖ്യത്തിന് 117 പേരുടെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞ് അതിൽ ഇടപെട്ട സുപ്രീം കോടതി യെദിയൂരപ്പയ്ക്ക് ഗവർണർ നൽകിയ 15 ദിവസം 24 മണിക്കൂറാക്കി വെട്ടിക്കുറച്ചു. യെദിയൂരപ്പ രാജിവെച്ചു. കോൺഗ്രസ് ജെ.ഡി.എസ് സർക്കാരുണ്ടാക്കി. 107 എം.എൽ.എമാരുടെ മാത്രം പിന്തുണയുള്ള വിജയ് കോൺഗ്രസിന്റെ 5 പേരും ചേർത്ത 112 എം.എൽ.എമാരുടെ പിന്തുണക്കത്താണ് ഗവർണർക്ക് നൽകിയത്. അതിൽ ഒരാൾ പ്രോടൈം സ്പീക്കർ ആവും. അയാൾക്ക് വോട്ട് ചെയ്യാനാവില്ല. അപ്പോൾ ഫലത്തിൽ 111 പേരുടെ പിന്തുണ മാത്രമേ സർക്കാരിനുള്ളൂ. അതുകൊണ്ട് വിജയ് കൊടുത്ത പിന്തുണക്കത്ത് തെറ്റാണ് എന്നതാണ് സർക്കാർ ഉണ്ടാക്കാൻ അംഗീകാരം കൊടുക്കാത്തതിന് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം, കർണാടക വിഷയത്തിൽ കോൺഗ്രസ് കോടതിയിൽ പോയ പോലെ വിജയ്ക്കെതിരെ ആരെങ്കിലും കോടതിയിൽ പോയാൽ 24 മണിക്കൂറിൽ ഭൂരിപക്ഷം തെളിയിക്കണം എന്ന വിധി വരും. വീണ്ടും വിജയ് രാജിവെക്കേണ്ടി വരും. നാണം കെടും. അതൊഴിവാക്കി തമിഴ്നാട്ടിൽ സുരക്ഷിതമായ ഒരു സർക്കാർ ഉണ്ടാക്കാൻ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് 118 പേരുടെ പിന്തുണ കത്ത് ഉറപ്പിച്ചാൽ വിജയ്ക്ക് തന്നെയാണ് നല്ലതെന്നത് കൊണ്ടാണ് ഗവർണർ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. അല്ലാതെ മലയാളം മാമകൾ കുറയ്ക്കും പോലെയല്ല കാര്യങ്ങൾ. ഇതേ ഭരണഘടനാ നിലവിളി ഓരിയിടുന്ന കോൺഗ്രസും മാധ്യമ സിൻഡിക്കേറ്റും മഹാരാഷ്ട്രയിലെ 2019 തോന്നിവാസവും ഓർക്കണം. ഒരേ മുന്നണിയിൽ നിന്ന് ഇലക്ഷൻ നേരിട്ട് ഭൂരിപക്ഷം നേടിയ ശേഷം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പിയിൽ നിന്ന് ശിവസേനയെ അടർത്തി മാറ്റി കോൺഗ്രസും എൽ.സി.പിയും ചേർന്ന് ഗവൺമെന്റ് രൂപീകരിച്ചു. ബി.ജെ.പി ശിവസേന സഖ്യം തേടിയത് 288-ൽ 166 സീറ്റ് ഭൂരിപക്ഷം. ഒറ്റയ്ക്ക് 105 സീറ്റുള്ള ബി.ജെ.പിക്കെതിരെ സഖ്യം ഗവൺമെന്റ് രൂപീകരിച്ചു. കാലം എല്ലാത്തിനും സാക്ഷിയാണ്. ജനഹിതമനുസരിച്ച് വിജയ് സർക്കാരുണ്ടാക്കും. പക്ഷേ സർക്കാർ സിനിമയിൽ വിജയ് തന്നെ പറഞ്ഞതുപോലെ ഒരു വോട്ടും പ്രധാനമാണ് സർ. 113 പോരാ, 118 ഉണ്ടാക്കണം സർ. നിങ്ങളെ കൊണ്ട് പറ്റും.